സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനം 18 ഫൈനലുകൾ നടക്കും. 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ നടത്ത മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കമാകുന്നത്. തൊട്ടുപിന്നാലെ സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്ത മത്സരത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം വേദിയാകും. എല്ലാ വിഭാഗങ്ങളിലെയും 400 മീറ്റർ ജേതാക്കളെ ഇന്ന് നിശ്ചയിക്കും. ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, സീനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ, ജൂനിയർ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് മത്സരങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പ്രധാന പോരാട്ടങ്ങൾ. രാവിലെ 9 മണിക്കാണ് 59ാമത് സ്കൂൾ കായികമേളയുടെ ഔദ്യോഗിക കൊടിയേറ്റം. ചന്ദ്രബോസ് വധക്കേസിൽ 31 നാൾ നീണ്ടുനിന്ന സാക്ഷി വിസ്താരം അവസാനിച്ചു. കേസിൽ വാദം കേൾക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിസാമിനെ കോടതിയുടെ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ച ആരംഭിക്കും. ഡിസംബർ അവസാന വാരത്തോടെ വിധിയുണ്ടായേക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ചന്ദ്രബോസ് വധക്കേസിൽ കോടതി മുൻകൂട്ടി നിശ്ചയിച്ച ക്രമീകരണങ്ങൾ മാറ്റിമറിക്കുന്ന വിധമായിരുന്നു വിചാരണ. 21 ദിവസം നിശ്ചയിച്ചിടത്ത് 31 ദിവസങ്ങൾ വിചാരണയ്ക്കായി വേണ്ടിവന്നു. കൂറുമാറ്റവും പിന്നീട് പ്രോസിക്യൂഷൻ അനുകൂലമായ മൊഴി നൽകലുമായി 4 ദിവസത്തെ വിസ്താരമായിരുന്നു ഒന്നാം സാക്ഷി അനൂപിൻ്റേത്. കേസിൽ 8ാം സാക്ഷിയായിരുന്ന നിസാമിന്റെ ഭാര്യ അമൽ വിസ്താരവേളയിൽ കൂറുമാറിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമംഗലം CI വിജുകുമാറിനെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും വിസ്തരിച്ചത് 6 ദിവസമാണ്. ചൊവ്വാഴ്ച പ്രതി നിസാമിനെ കോടതി ചോദ്യം ചെയ്യും. ഈ നടപടി ബുധനാഴ്ച വരെ ഉണ്ടാകും. സാക്ഷി വിസ്താരം ഇന്ന് ഏകദേശം 30-31 ദിവസത്തോളം ഇപ്പോൾ എടുത്തു. ഒക്ടോബർ മാസം 26-ാം തീയതി തുടങ്ങിയ വിചാരണ നവംബർ മാസം 17-ാം തീയതി അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പല കാരണങ്ങളാൽ നീണ്ടുപോയിട്ടുണ്ട്. 111 സാക്ഷികളെ വിസ്തരിക്കേണ്ട സ്ഥലത്ത് നാം 22 സാക്ഷികളിലേക്ക് ചുരുക്കി സാക്ഷി വിസ്താരം പൂർത്തിയായിട്ടുള്ളത്. ഇനി അടുത്ത നടപടി എന്ന പ്രതിയെ ചോദ്യം ചെയ്യില്ല. പ്രതിയെ ചോദ്യം ചെയ്യുന്ന കോടതിയാണ്. അത് 8-9 തീയതികളായിട്ട് കോടതി പ്രതിയെ ചോദ്യം ചെയ്യും. ക്രിമിനൽ കോടതി ആയതിനാൽ ജില്ലാ കോടതിക്ക് ക്രിസ്മസ് അവധി ഉണ്ടാകില്ല. ആയതിനാൽ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ഡിസംബർ അവസാനത്തോടെ വിധിയുണ്ടാകുമെന്നാണ് സൂചന. ജനുവരി 29-നായിരുന്നു നിസാം ചന്ദ്രബോസിനെ ശോഭാ സിറ്റിയിൽ വെച്ച് ഹമ്മർ കാറിടിച്ചും മർദ്ദിച്ചും പരിക്കേൽപ്പിക്കുന്നത്. ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 16-നായിരുന്നു ചന്ദ്രബോസിന്റെ മരണം. റിപ്പോർട്ടർ, തൃശൂർ.